കടിച്ച് തിന്നാൻ തോന്നുന്നു എനിക്ക്. എന്നാ എനിക്കൊരു ഉമ്മ തരുമോ? ഞാനുണ്ട്. ജയേഷ് മാമ്പറത്ത്. ഓക്കെ ജിതേഷേ പറയടാ. ആടാ എൻ്റെ അമ്മ എന്നെ രാവിലെ വിളിച്ചിട്ടേനു. അത് നമുക്ക് ശരിയാവില്ലടാ. ഞാൻ 3 ദിവസം അങ്ങോട്ടേക്ക്. എന്താ? ആ ഒന്നാമത്തെ പെണ്ണിന്റെ ആണച്ചക്കനെ നമ്മളെന്നെ ഒരു ലഹരി കേസിൽ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ലഹരി എന്ന് വെച്ചാ? ആടാ MDMA. MDMA നമ്മളെ തറവാട്ടിന് പറ്റൂലേ? പിന്നെ ആ രണ്ടാമത്തെ പെണ്ണിന്റെ അച്ഛനില്ലേ, അത് നമ്മളെ പോലെ അങ്ങനെ ആദ്യ നായരൊന്നല്ലടാ. അത് ഏതോ ഉടായ്പ ലൊട്ട നായരാ. പിന്നെ ഞാനിപ്പോ എന്തിനാ കെട്ടിയെന്ന് വെച്ചാൽ അങ്ങോട്ട് വരുന്നു. ആ അത് ശരി. നാളെ എന്റെ അനിയന്റെ റിസപ്ഷൻ അല്ലേ, നീ വരണ്ട? എങ്ങനെ? ആ മൂന്നാമത്തെ പെണ്ണ് 10ൽ പഠിക്കുമ്പോ ഒന്ന് മിസ്സായതാ. പിന്നെ നമ്മളെ പോലീസുകാർ കുറച്ചു നേരം തിരഞ്ഞ അവളെ കണ്ടുപിടിച്ചിന്. കുറച്ചു നേരം എന്ന് പറഞ്ഞാൽ എത്ര നേരം? ഒരു 2-2.5 മണിക്കൂർ. 2.5 മണിക്കൂർ കുറച്ചു നേരം അല്ല. അതല്ല, ഞാൻ പിന്നെ വിളിക്കാം. എന്റെ കൈ എന്താണ്? നിന്റെ കക്കൂസ പാടും. ആന്ന് ഇവൻ മാത്രമേ കല്യാണം കഴിച്ചിട്ടു. നമ്മളാരും കഴിക്കാതെ പോലെ പെമ്പിളറെ മുമ്പ് ഇങ്ങനെ കുഴഞ്ഞു കളിക്കാം. ആണുങ്ങളെ വിലകളെ മരമാടെ. ആന്ന് നമ്മക്കല്ലേ അറിയൂ ആണുങ്ങളെ വില അല്ലേ? വാവ പോയിട്ട് വാ. ഏട്ടാ എടുത്തന്നെ. ഏട്ടാ നിന്റെ കൊളുത്ത് വർക്കാവുന്നില്ല. നോക്കട്ടെ. ഇന്റെ കൊളുത്ത അലികാലം. ഇതെന്തെന്നാ ഇത്? ഏട്ടാ ഈന്റെ കൊളുത്തും വർക്കാവുന്നില്ല. ഞാൻ ആരാന്ന് വിചാരിച്ചാ? നരകമായി. എന്റെ ഫസ്റ്റ് കിസ്. എന്താ നാരായണ? ഒന്നുമില്ല നാരായണ, പറ. എനിക്ക് ഞാനൊരു നരിമാർക്ക് പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. നാരായണ, പെണ്ണ് നോക്കിക്കൊണ്ടിരിക്കുന്ന ആണുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ലാത്ത എന്താണെന്നറിയോ നിങ്ങൾക്ക്? ശ്രീധനല്ലേ? അതല്ല, പ്രതീക്ഷ. എല്ലാ ആഴ്ച നിങ്ങൾ ഇത് തന്നെയല്ലേ എനിക്ക് തരുന്നത്? സത്യം പറഞ്ഞ ഞാൻ വേറെ ആളെ നോക്കണം. വേറെ ആളെ നോക്കാനോ? അതിന് ഈ വടക്കേലെ നാരായണൻ ചാവണം. അഥവാ ഞാൻ അങ്ങനെ ചത്തുപോയാ എന്റെ കണ്ണടയോ? എന്റെ കല്യാണം ഈ നാരായണേട്ടൻ നടത്തിയിരിക്കും. അതെ ശരി. ഇപ്പൊ ഇന്റെ കൊളുത്ത് വർക്കാവുന്നുണ്ടോ? നായേ വീടെല്ലാം പൂട്ടിയിട്ട് നിങ്ങൾ അടുത്തേക്ക് വന്ന് ബാക്കിയെല്ലാവരും എടുത്തു. അപ്പൊ ഇനിയൊന്നും അറിഞ്ഞില്ല മോനെ? എന്തെന്നാ? നാരായണേട്ടൻ പോയി. എന്ത് പരിപാടിയാ? രണ്ടാളും കൂടി ഒരുമിച്ച് പോവാന്ന് എന്നോട് പറഞ്ഞല്ലേ? ഒരുമിച്ച് പോവാനാ? ഇവനേതാ? അച്ഛൻ പോയടാ. താര വന്നെന്ന് നോക്ക്. മാമ്പ്രത്ത് ജയേഷ് വന്നിട്ടാ. മോനെ ഇന്റെ കല്യാണം വേഗം നടത്തി തരണമെന്ന് ഇന്നലെയും കൂടി എന്നോട് പറഞ്ഞത്. അച്ഛാ, നിങ്ങൾ എന്റെ കല്യാണവും നടത്തി കൊളാക്കി. ഇവന്റെ കല്യാണങ്ങൾക്ക് നന്നായി നടത്തി കൊടുത്തിട്ട് പോട്. 40 വയസ്സ് കഴിഞ്ഞാ പിന്നെ ആണുങ്ങൾക്ക് പിന്നെ ഏടുന്ന് പെണ്ണിനെ കിട്ടാനാ? ഓന്റെ മംഗലും കൂടി കഴിപ്പിച്ചു കൊടുത്തിട്ട് ഇങ്ങൊക്കെ പോയാ പോരേനുവാ. പെട്ടെന്നായി പോയിടാ. എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തിട്ട് മൂപ്പർ പോയത്. ഒറ്റ വിഷമയിലൂടാ. എൻ്റെ കല്യാണം മൂപ്പർക്ക് നടത്താൻ പറ്റില്ല. ഇന്നലെ രാത്രിയും കൂടെ എൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ജയേഷിൻ്റെ പെണ്ണ് കാണല് നാളെ പോകണമെന്നല്ല.
പ്രശ്നമില്ല. ഞാൻ ആ പെണ്ണിന്റെ വീട്ടുകാരെ പറഞ്ഞിട്ട് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നീ ഒന്ന് പോയിട്ട് കണ്ടാൽ മാത്രം മതി. അച്ഛൻ്റെ 16 മിനിറ്റ് ഫുൾ ടൈം ഞാനും ഉണ്ട് എൻ്റെ കൂടെ. ചോദിക്കുക, അല്ലെങ്കിൽ ആ പാവത്തിന് മോക്ഷം കിട്ടൂല. പ്രശാന്ത, അപ്പൊ എടുക്കല്ലേ? മാഹിന്നായാലോ? വടക്കേലെ നാറാണം മരിച്ചിട്ട് നയിച്ചോർക്ക് മാഹിലെ പേട്ട് കൊള്ളാം. മിലിറ്ററി മതി, മിലിറ്ററി. അത്രയാണ് ഇഷ്ടം. ജയേഷ് മിലിറ്ററി ഗൂഗിൾ പേ ചെയ്യൂലേ? സംഖ്യ ഞാൻ ചെയ്യാം. സഭാര്യ യാ ഗ്രഹേദക്ഷ സഭാര്യ പ്രിയംവദ സഭാര്യ പതിപ്രാണ സഭാര്യ പതിവ്രത. ജയേഷ്, ഞാൻ ഈ ഹിന്ദി കുറച്ച് ബാക്കോട്ടാണ്. ഇതൊന്നും മലയാളത്തിൽ പറയാൻ പറ്റുമോ? മലയാളത്തിൽ അതായത് ഏത് ഭാര്യയാണോ ഗൃഹകാര്യങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്നത്, അതിഥികളെ സ്വീകരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നത്, സൗമ്യമായി സംസാരിക്കുന്നത്, ഭർത്താവിന്റെ കാര്യങ്ങൾ ശ്രദ്ധാലുവായി ചെയ്തു കൊടുക്കുന്നത്, അവളെയാണല്ലോ നമ്മൾ ഉത്തമ ഭാര്യയായിട്ട് കണക്കാക്കുന്നത്. അല്ല ജയേഷേ, നീ ഇത് ഏത് സീരിയലിലെ ഭാര്യയുടെ കാര്യം പറയുന്നത്? അല്ല, എനിക്ക് മനസ്സിലായിട്ടാ. അതല്ല പോട്ട്, നിന്റെ ഡിമാൻഡ്സ് എന്തല്ല അത് പറ. സുന്ദരിച്ചായിരിക്കും, നല്ല നറുംപാലിന്റെ കളർ, ഹൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു 5'3", മാക്സിമം 5'5", പക്ഷേ ഹീലിടാൻ പാടില്ല. മൂക്ക് നല്ല നീളമുള്ള മൂക്കായിരിക്കണം, പല്ല് നല്ല നിരനിരയായിട്ട് നല്ല വെളുത്ത വൃത്തിയുള്ള, പക്ഷേ ഇമാതിരി കൊന്ത്രമല്ലൊന്നും പാടില്ല. പിന്നെ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോ ജയേഷേ, പറയുന്നോണ്ടൊന്നും വിചാരിക്കറേ. നിങ്ങൾ പറ. നമുക്കൊരു മരത്തും വന്ന് മാങ്ങ കിട്ടും, വേറൊരു മരത്തും വന്ന് തേങ്ങ കിട്ടും, വേറൊന്നും വന്ന് റംബൂട്ടാൻ. ഇതെല്ലാം കൂടി ഒറ്റ മരത്തും വന്ന് കിട്ടുമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായ. പക്ഷേ അല്ല, നീ ഡൗൺ ആവാൻ പറഞ്ഞല്ല, നമുക്ക് നോക്കാം. നീ എന്നാ പെണ്ണെ പോയിട്ട് കാണാ. നീ കാണാൻ പോകുന്ന പെണ്ണ് നെരിമാർക്ക് പെണ്ണാണ്, അസല് റംബൂട്ടാൻ. പറ്റുമെങ്കിൽ അച്ഛൻ്റെ 16 ഇൻ്റെ കല്യാണം ഞാൻ ഒന്നിച്ചേർത്തുടാ. ഈ നാരായണേട്ടൻ പോയ ദിവസം തന്നെ നമ്മൾ പെണ്ണാണ് ഇറങ്ങിയാല് നാട്ടുകാരെന്തെങ്കിലും പറയൂലേ? നാട്ടുകാർ പറയുന്നത് കേട്ട് നിന്നാല് നാരായണ വയ്യന് ഞാനും പോണ്ടി വരും. ഇപ്പൊ തന്നെ ചക്കന് 38, എനിക്ക് 70 ഈ തറവാട്ടിൽ ആണുങ്ങളാരും 70 താണ്ടിട്ടാ എനിക്കറിയില്ലേ എന്ന് വിചാരിച്ചിട്ട് ചെക്കനെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും കുണ്ടു ചാടിക്കാനാ? ഒന്നും വേണ്ട, എല്ലാം നോക്കിയിട്ടും കണ്ടിട്ടും ചെയ്താ മതി. ആരല്ല എന്റെ കൂടെ വരുന്നത്? ഞാനില്ലാതെ. ഞാനുണ്ട്. ആന്നും ശരിയല്ല. അമ്മാവന് പെണ്ണ് നോക്കാൻ മരുമോളാ പോവാ. ആന്ന് ഇത് എടുത്ത പഠിപ്പാന്ന് അയറ്റ പായ്യാരും നീട വേണ്ടേ? നൂനും കൂടെ പോയിക്കോട്ടെ ഹേമേ. ഒരു ബൈക്ക് പോകുമ്പോ 3 ആള് പോയാ മൂളിക്കൊണ്ട് വരുന്നാന്ന് ശാസ്ത്രം പറയുന്നു. അപ്പൊ 4 ആള് പോയാ നക്കിക്കൊണ്ട് വരുന്ന അച്ഛമ്മേ. നീ പറ. മൂത്തച്ഛ, നിങ്ങളാ താക്കോലും എടുത്ത